കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ആണ് പഠിച്ചത്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ആണ് പഠിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ, രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് മെട്രിക്സ് ഡിഫറൻസ് എടുക്കണമെങ്കിൽ ആ രണ്ട് മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആവണം. ആ രണ്ട് മെട്രിക്സിനെ സം ചെയ്യണമെങ്കിൽ ആ രണ്ട് മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. ഡിഫറൻസ് എടുക്കണമെങ്കിലും സം എടുക്കണമെങ്കിൽ. അതേപോലെ രണ്ട് മെട്രിക്സ് എ ആൻഡ് ബി ആർ ടു മെട്രിക്സസ്. ഈ രണ്ട് മെട്രിക്സ് എയും ബിയും രണ്ട് മെട്രിക്സ്. ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലും അതിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. എങ്ങനെ വന്നാലാണ് ആ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകുന്നത്. അപ്പോൾ എ ഇൻറ്റു ബി കാണണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എ ബി എന്നുള്ള പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അപ്പോൾ അല്ല എ ബി അതുപോലെ ബി എ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഓർഡറിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഫസ്റ്റ് നമ്പർ ഓഫ് കോളംസ് ഓഫ്, ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഇവിടെ എ ആണ്, എ ബി ആണെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ഈസ് ഇക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ബി. നമ്പർ ഓഫ് റോസ് ഓഫ് ബി ഇങ്ങനെ വന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ജനറലായിട്ട് പറയുന്നത് നമ്മൾ എ ബിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഈക്വൽ ടു number of rows of second matrix. അപ്പോൾ ഇങ്ങനെ വന്നെങ്കിൽ മാത്രമേ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് മെട്രിക്സ് നമ്പർ ഓഫ് കോളംസ് ഓഫ് ഓർഡറിനെ സംബന്ധിച്ച് പറയുന്നതാണ് നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് റൂസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ്. അപ്പോൾ അഡീഷൻ ഓഫ് ടു മെട്രിക്സസ്, സബ്ട്രാക്ഷൻ ഓഫ് ടു മെട്രിക്സസ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ്, ഇതിനകത്തെല്ലാം പറയുന്നത് ആദ്യത്തെ രണ്ട് കേസിൽ നമ്മൾ ഓർഡർ സെയിം ആണെന്ന് പറയുന്നത്. എ പ്ലസ് ബി കാണണമെങ്കിലും എ മൈനസ് ബി കാണണമെങ്കിലും ആ രണ്ട് മെട്രിക്സിൻ്റെയും എയുടെയും ബിയുടെയും ഓർഡർ സെയിം ആണെങ്കിൽ മാത്രമേ എ പ്ലസ് ബിയും എ മൈനസ് ബിയും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എ ബി എന്നുള്ള ഈ രണ്ട് മെട്രിക്സിൻ്റെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കാണണമെങ്കിൽ ശ്രദ്ധിക്കുന്നത് നമ്പർ ഓഫ് കോളംസ് ഫസ്റ്റ് മെട്രിക്സ് ഏതാണോ കിടക്കുന്നത്. അപ്പോൾ എ ആണെങ്കിൽ ഈക്വൽ ടു നമ്പർ ഓഫ് സെക്കൻഡ് മെട്രിക്സ് ബി ആണെങ്കിൽ ബി, എ ബി ആണ് എന്നുള്ള മെട്രിക്സ് ആണ്. ഇനി ബി എ ആണ് കാണണമെങ്കിൽ, ബി എ പോസിബിൾ ആകണമെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ഫസ്റ്റ് മെട്രിക്സ് ഇവിടെ ബി ആണ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് സെക്കൻഡ് മെട്രിക്സ് ഇവിടെ എ ആണ്. അത് രണ്ടിത് ഈക്വൽ ആണ് എന്ന് അനുസരിച്ച ശേഷം മാത്രമേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ജനറലായിട്ട് നമ്മൾ ഒരു മെട്രിക്സ് എടുക്കുന്നു. എ ഈക്വൽ ടു മെട്രിക്സ് ഡിവിഷൻ എ ഐ ടി. മെട്രിക്സിൻ്റെ ഡിവിഷൻ ഈക്വൽ ടു മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് എ ഐ ടി. ഓർഡർ എം ബൈ എൻ മെട്രിക്സ് ആണ് എ എന്ന് എഴുതുന്നത്. ബി ഈക്വൽ ടു മെട്രിക്സ് ബി ഐ ജി. സോ ഓർഡർ എൻ ബൈ ബി, എൻ റോസും പി കോളമുള്ള മെട്രിക്സ് ആണ് ബി. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകുമോ എന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഇവിടെ എ ആണ്, നമ്പർ ഓഫ് കോളംസ് ഓഫ് എ എം എൻ ആണ്, നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ് അത് എൻ ആണ്. അപ്പോൾ എ ബി ഈസ് പോസിബിൾ, ആ എ ബി മൾട്ടിപ്ലിക്കേഷൻ ഈസ് പോസിബിൾ ആണ്. അപ്പോൾ ആ എ ബി എന്നുള്ള മെട്രിക്സ് ലെറ്റ് സി ഈസ് ഇക്വൽ ടു എ ബി. സി എ ബിയുടെ ഓർഡർ എന്തായിരിക്കും? എ ബി എന്നുള്ള മെട്രിക്സിൻ്റെ ഓർഡർ ഫസ്റ്റ് ലാസ്റ്റ്, അതായത് എം ബൈ പി മെട്രിക്സ് ആയിരിക്കും. ആ പ്രൊഡക്റ്റ് മെട്രിക്സിൻ്റെ സി എന്നുള്ള മെട്രിക്സിൻ്റെ ഓർഡർ എം ബൈ പി മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്നത് നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് എൻ ആണ്, റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ് എൻ ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആയിട്ട്, ഈ രണ്ട് മെട്രിക്സും അത് രണ്ടും സെയിം ആയിട്ട് അങ്ങനെയാണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ആ എ ബി എന്നുള്ള മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എം ബൈ പി. അപ്പോൾ ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനെ കുറിച്ച്. സാധ്യമാണോ ഇല്ലയെന്ന് ആദ്യം നോക്കേണ്ട, ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ എന്ന് നോക്കിയ ശേഷമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ നമുക്കൊരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എടുക്കുന്നത്. ഒരു മെട്രിക്സ് നമ്മൾ എടുക്കുന്നത് ഫൈൻഡ് ദി പ്രോഡക്റ്റ്. മെട്രിക്സ് തിരിച്ചിരിക്കുന്ന ഒരു മെട്രിക്സ് നമുക്ക് എടുക്കാം. 2 1 3 2 -1
-1 2 1. ഇത് രണ്ട് മെട്രിക്സ് തമ്മിൽ ഈ രണ്ട് മെട്രിക്സും മൾട്ടിപ്ലിക്കേഷൻ നടത്താനാണ് അതിൻ്റെ പ്രൊഡക്റ്റ് കാണാനാണ് ചോദിക്കുന്നത്. കമ്പ്യൂട്ട് പ്രൊഡക്റ്റ് ഇതിന്റെ പ്രൊഡക്റ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ആദ്യം പ്രൊഡക്റ്റ് കാണണമെങ്കിൽ ഇതിന്റെ റോസ് എത്ര റോ ഉണ്ട്? ഫസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 3/2 മെട്രിക്സ് ആണ്. 3 റോയും 2 കോളും. ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് എലമെന്റ്സ് എന്തിനെ സൂചിപ്പിക്കുന്നു? റോയെ സൂചിപ്പിക്കുന്നു. വെർട്ടിക്കൽ ലൈൻ ഓഫ് എലമെന്റ്സ് എന്തിനെ സൂചിപ്പിക്കുന്നു? കോളം. 3 റോയും 2 കോളം മെട്രിക്സ് ആണ്. ഇത് സെക്കൻഡ് മെട്രിക്സിന്റെ ഓർഡർ 2 റോ ഉണ്ട്. എത്ര കോളം ഉണ്ട്? വെർട്ടിക്കൽ ലൈൻ ഓഫ് എലമെന്റ്സ് 3 കോളം ഉണ്ട്. അപ്പം 2/3 മെട്രിക്സ്. ഇവിടെ 2 2 നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ്. ദാറ്റ് മീൻസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഈ രണ്ട് മെട്രിക്സുടെ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് മെട്രിക്സിന്റെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ ഓർഡർ എന്തായിരിക്കും? അത് നമുക്കിവിടെ നമ്മൾ ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്താതെ തന്നെ ഇത് നോക്കി ഈ രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെന്ന് കണ്ടുകഴിഞ്ഞു. അങ്ങനെയാണ് ആ റിസൾട്ടന്റ് മെട്രിക്സിന്റെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും എന്ന് നേരത്തെ നമുക്ക് എഴുതാം. എന്തായിരിക്കും? ഇവിടുത്തെ ഫസ്റ്റ് ഈ ആദ്യത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് റോയും രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളും, അതായത് 3/3 മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് മെട്രിക്സ്. അതായത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് ഓഫ് ദീസ് ടു മെട്രിക്സസ് ഈക്വൽ ടു ഓർഡർ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ദീസ് ടു മെട്രിക്സ്. രണ്ട് മെട്രിക്സിന്റെയും ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇനി നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു ഇതിന്റെ ഓർഡർ. ഇനി നമ്മളിത് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അപ്പം ഇവിടെ ഫസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ നമ്മളങ്ങ് 3/2 നിലനിർത്തി. ഇപ്പൊ അതിന് റോ ഞാൻ എഴുതുന്നത് ഫസ്റ്റ് മെട്രിക്സിന്റെ റോ എങ്ങനെ എഴുതുക. ഇപ്പൊ എത്ര റോ ഉണ്ട്? R1 ചേർന്നൊരു ലൈൻ വരയ്ക്കാം, 3 ചേർന്നൊരു ലൈൻ വരയ്ക്കാം, ഹൊറിസോണ്ടൽ ലൈൻ -1 ചേർത്ത് അങ്ങനെ 3 ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. ആ എലമെന്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് റോസ് ആണ്. ഓരോ ഹൊറിസോണ്ടൽ ലൈനും ഒരു റോയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതിന്റെ റോസ് ആദ്യമാണ് എഴുതുന്നത്. ഇവിടെ നമ്മൾ കോളമാണ് വെർട്ടിക്കൽ ലൈൻ ഓഫ് എലമെന്റ്സ് 1 - 1 ചേർത്ത് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. 0 2 ചേർത്ത് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. നെക്സ്റ്റ് കോളമായി 1 1 ചേർത്ത് അടുത്ത ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. മൂന്നാമത്തെ കോളം. അങ്ങനെ ഇവിടെ ഫസ്റ്റ് മെട്രിക്സിന്റെ R1 R2 R3 എഴുതണം. സെക്കൻഡ് മെട്രിക്സിന്റെ കോളമാണ്. ഇതെങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചു. ഇവിടുത്തെ ഫസ്റ്റ് റോ R1 ആണ് ഫിക്സ് ചെയ്യുന്നത്. R1 ഇവിടുത്തെ ഇതിനകത്ത് R1 ഉം C1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് റോ വിത്ത് R1 വിത്ത് C1 ആയിരുന്നു മൾട്ടിപ്ലിക്കേഷൻ. R1 വിത്ത് C2 ചെയ്യണം. ഇതിനകത്ത് റോയാണ് ആദ്യം ഫസ്റ്റ് മെട്രിക്സിന്റെ റോയാണ് ഫസ്റ്റ് റോയാണ് എടുക്കുന്നത്. അത് ഏതുമായിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ നടത്തേണ്ടത്? രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളവുമായിട്ട് ചെയ്യണം. അതിനുശേഷം സെക്കൻഡ് കോളവുമായിട്ട് ചെയ്യണം. അതിനുശേഷം തേർഡ് കോളവുമായിട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് റോ മുഴുവനും പൂർത്തിയായി. അപ്പോൾ ഫസ്റ്റ് റോയിൽ വേണം ഈ എലമെന്റ് എല്ലാം എഴുതാനായി. അത് എഴുതുന്ന രീതി നോക്കാം. ഈക്വൽ ടു മെട്രിക്സ് 2 × 1. അപ്പോൾ ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് ഫസ്റ്റ് കോളമാണ് C1. ഈ റോയും ഈ കോളും കൂടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നോക്കാം. 2 × 1 എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് നമ്മൾ ഈ ഫസ്റ്റ് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ R1ലെ ഫസ്റ്റ് എലമെന്റ് C1ലെ ഫസ്റ്റ് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം രണ്ടാമത്തെ എലമെന്റ് എഴുതുന്നതിന് തൊട്ട് മുമ്പ് എഴുതുന്ന സിംബൽ പ്ലസ് 1 × അതും R1 വിത്ത് C1 ചെയ്ത് കഴിഞ്ഞ് ഇനി R1 വിത്ത് C2 ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്ത് പ്ലസ് ഇട്ട് അടുത്തതാണ് നല്ല ചെയ്യുന്നത്. വീണ്ടും അതിനെ സ്ഥലം ഇട്ടിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത R1 വിത്ത് C2 ചെയ്യണം. ഇതേപോലെ ചെയ്യാന്ന് പറഞ്ഞാൽ 2 × അപ്പോൾ ഇതങ്ങ് മാറ്റും. ഇപ്പം നമ്മൾ ഇതല്ല R1 വിത്ത് R1 വിത്ത് C2 ആണ് ചെയ്യുന്നത്.
അവിടെ എന്താ പ്രത്യേകത നോക്കാം, എങ്ങനെ ചെയ്ത് നോക്കാം. 2 × 0. അപ്പൊ അടുത്ത എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഇടേണ്ട എന്താണ്, പ്ലസ് സൈൻ ആണ്. 1 × അടുത്ത എലമെന്റ് 1. R1 വിത്ത് C2 ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്കിനി അതെല്ലാം ഇനിയിപ്പോൾ ഈ കോളത്തിന് ആവശ്യം ഇതെല്ലാം ചെയ്തു. R1 വിത്ത് C2 ആയിട്ട് പ്രശ്നമില്ലാതെ R1 വിത്ത് C3 ആണ് എടുത്തത് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം? 2 × 1. ഇപ്പൊ സ്ഥലം വേണ്ട, അപ്പൊ ചേർത്തല്ല ഒരു ശ്രദ്ധിക്കേണ്ട. R1 വിത്ത് C1 കഴിഞ്ഞ് ഗ്യാപ്പ് ഇടണം. R1 വിത്ത് C2 കഴിഞ്ഞിട്ട് വീണ്ടും ഗ്യാപ്പ് ഇടണം. അടുത്ത R1 വിത്ത് C3 ആണ്. 2 × 1 ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യുന്ന സൈൻ ഉണ്ട്, പ്ലസ് സൈൻ 1. ഇത്രയായി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് മെട്രിക്സിനകത്ത് R1 വിത്ത് ഫസ്റ്റ് കോളം ചെയ്തു, സെക്കൻഡ് കോളം ചെയ്തു, തേർഡ് കോളം ചെയ്തു. അപ്പൊ അതായത് ഈ എലമെന്റിന്റെ ഫസ്റ്റ് റൂളിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്നിട്ട് നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് ആയി ഇട്ട് വെക്കും. നെക്സ്റ്റ് നമ്മളിനി R1 പ്രവർത്തനം എല്ലാം കഴിഞ്ഞു. R1 ഇനി നമ്മളെ ഫോക്കസ് ചെയ്യുന്നത് R2നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മെട്രിക്സിനകത്ത് സെക്കൻഡ് റോ അതാണ് ഇനി ഈ ഇതിനകത്ത് ഓരോ കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ R2 വിത്ത് C1 ചെയ്യാം. സെക്കൻഡ് മെട്രിക്സിനകത്ത് ഫസ്റ്റ് കോളവുമായിട്ട് ചെയ്യും. അപ്പോൾ ഇതേ പ്രോസസ് ഇതേപോലെ തന്നെ. അപ്പോൾ അവിടെ എഴുതുന്നത് ഫസ്റ്റ് റോയിൽ എഴുതുന്നുണ്ട്, സെക്കൻഡ് റോയിലാണ് എഴുതുന്നത്. അപ്പോൾ സെക്കൻഡ് റോയിലെ പൊസിഷൻ സെക്കൻഡ് റോയിലാണ്. അപ്പോൾ 3 × 1. അത് കഴിയുമ്പോൾ അടുത്ത എലമെന്റ് കഴിയുമ്പോൾ സിമ്പിൾ പ്ലസ് സൈനാണ് ഇവിടെ കൊടുക്കുന്നത്. 2 × അപ്പോൾ R1 വിത്ത് C1 കഴിഞ്ഞു. അടുത്ത ഇനി ഏതാ എടുക്കണ്ടേ? R1 വിത്ത് C2 ആയിട്ടാണ് ഓപ്പറേഷൻ. 3 × 0 പ്ലസ് 2 × R2 വിത്ത് അടുത്ത ഏതാണ്? R2 വിത്ത് C2 കഴിഞ്ഞു. then R2 വിത്ത് C3. R2 വിത്ത് C3 എങ്ങനെ ചെയ്യാം? 3 × 1 പ്ലസ് 2 × 1. അപ്പൊ R2 ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും R2 വിത്ത് C1 ചെയ്തു, R2 വിത്ത് C2 ചെയ്തു, R2 വിത്ത് C3. ഇനി അടുത്ത നെക്സ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് R2 കഴിഞ്ഞു. ഇനി R3 ആണ് നമ്മുടെ. R3 വിത്ത് ഇതുപോലെ തന്നെ C1 ചെയ്യണം, C2 ചെയ്യണം, C3 ചെയ്യണം. R3 വിത്ത് C1 -1 × 1 പ്ലസ് 1 × -1. അടുത്തത് അപ്പൊ R3 വിത്ത് C1 ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ റോയിലാണ് നിൽക്കുന്നത്. R3 എന്ന് പറഞ്ഞാൽ തേർഡ് റോയിൽ. അപ്പോൾ തേർഡ് റോയിൽ എഴുതണം. അടുത്ത R3 വിത്ത് C2 എഴുതുമ്പോൾ വീണ്ടും സ്ഥലം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം എഴുതുന്നത്. അപ്പോൾ -1 × സെക്കൻഡ് റോയിലായിട്ട് -1 × 0 പ്ലസ് 1 × അടുത്തത് C2ന്റെ എല്ലാ എലമെന്റുമായിട്ട് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞു. R2 വിത്ത് C3 ആണ്. അപ്പോൾ -1 × 1 പ്ലസ് 1 × 1. ഓർക്കാനുള്ള കാര്യങ്ങൾ, ഒരു എലമെന്റ് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞ് ഇടയ്ക്ക് പ്ലസ് സൈൻ ആണ് വേണ്ടത്. അതുപോലെ R1 വിത്ത് C1 കഴിഞ്ഞ് കുറച്ച് സ്ഥലം വിട്ടിട്ട് ചേർത്ത് എഴുതരുത്. ഇട്ടിട്ട് അടുത്ത R1 വിത്ത് C2 ചെയ്യാവൂ. വീണ്ടും സ്ഥലം വിടുക, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് R1 വിത്ത് C3 ചെയ്യുക. ഇതുപോലെ തന്നെയല്ല R2 വിത്ത് C1 ചെയ്യണമെങ്കിൽ R2 വിത്ത് C2 ചെയ്യണമെങ്കിൽ R2 വിത്ത് C3 ചെയ്യണമെങ്കിൽ അതേ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ മാത്രം മതി. 2 × 1 2 ആണ് മെട്രിക്സ്. 1 × -1 -2 -1 ഇത് 0 ആകും. 0 + 2 2 ആകും. ഇത് 2 2 1 × 1 1 2 + 1 3. ഇവിടെ 3 -2 2 × -1 3 × 0 0 പ്ലസ് 2 × 2 4 ആകുന്നു. 3 + 2 5 ആകും. -1 1 × -1 -1 × 0 0 1 × 2 -1 പ്ലസ് ഇത്രയാണ് നമ്മുടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട്
സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ മാത്രം മതി. 2 minus 1 എന്നുള്ള മെട്രിക്സ് 1 2 3 3 minus 2 1 4 5 minus 2 2 0 is a 3/3 മെട്രിക്സിലെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ത് കിട്ടി നമ്മൾ ശ്രദ്ധിച്ചാൽ പറഞ്ഞായിരുന്നല്ലോ. ആ മെട്രിക്സിൻ്റെ ഓർഡർ നമ്മളിത് പ്രൊഡക്റ്റ് കാണുന്നതിന് മുമ്പേ പറഞ്ഞു 3/3 മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന് നേരത്തെ പറഞ്ഞു. ഇങ്ങനെയാണ് രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി ഉണ്ട്, നോൺ കമ്മ്യൂട്ടേറ്റീവ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ്. നോൺ കമ്മ്യൂട്ടേറ്റീവ് of matrices of multiplication of matrices. എന്താ ഈ നോൺ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ? കമ്മ്യൂട്ടേറ്റീവ് അഡീഷണൽ കേസ് നമ്മൾ പറഞ്ഞു. അഡീഷണൽ കേസിന് സബ്ട്രാക്ഷൻ a plus b is equal to b plus a ആണെന്ന് പറഞ്ഞു. സെയിം രണ്ട് മെട്രിക്സിന് ഓർഡർ സെയിം ആണെങ്കിൽ a plus b കാണുന്നു b plus a കാണുന്നു സെയിം ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ അത് നിർബന്ധമില്ല. അതായത് രണ്ട് മെട്രിക്സ് ആണ് എയും ബിയും. എ ആൻഡ് ബി ആർ ടു മെട്രിക്സസ്. എ ബി ഇസ് ഡിഫൈൻഡ് ആണ്. എ ബി ഡിഫൈൻഡ് ആണെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ എ ബി ആൻഡ് ബി എ ഡിഫൈൻഡ് ആണ്. പക്ഷേ എ ബി നോട്ട് ഈക്വൽ ടു എല്ലാ കേസിലും നോട്ട് നെസസറി ദാറ്റ് എ ബി ഈക്വൽ ടു ബി ആകണം നിർബന്ധമില്ല. ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. നോൺ കമ്മ്യൂട്ടേറ്റീവ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് ജനറലായിട്ട് നോൺ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നു. അതായത് എ ബി ഈക്വൽ ടു ബി ആണെന്ന് അത്യാവശ്യമില്ല. നോട്ട് നെസസറി എന്നാണ് പറയുന്നത്. സ്പെഷ്യൽ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്ന സ്പെഷ്യൽ കേസ് ഉണ്ട്. പക്ഷേ കമ്മ്യൂട്ടേറ്റീവ് നോൺ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇവിടെ എ ബി ഈക്വൽ ടു ബി എ അല്ല. ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് എ ബി ഈക്വൽ ടു ബി എ. സ്പെഷ്യൽ കേസ് ഉണ്ട്. എ ബി ഈക്വൽ ടു ബി ആകുന്ന സ്പെഷ്യൽ കേസ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇനി അങ്ങനെ നോൺ കമ്മ്യൂട്ടേറ്റീവ് കാണിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നു. Matrix show that matrix 5 minus 1 6 7 into matrix 2 1 3 4. അപ്പോൾ ഇവിടെ ഫസ്റ്റ് മെട്രിക്സ് 5 minus 1 6 7 ആണ്. സെക്കൻഡ് മെട്രിക്സ് 2 1 3 4. അങ്ങനെ മെട്രിക്സ് ആണ് വന്നിരിക്കുന്നത്. ദിസ് നോട്ട് ഈക്വൽ ടു തിരിച്ച് 2 1 3 4 into 5 minus 1 6 7. ഇതാണ് ഇപ്പോൾ ഇത് ഫസ്റ്റ് മെട്രിക്സ് എ എന്ന് ഞാൻ പേര് കൊടുക്കുന്നു. സെക്കൻഡ് മെട്രിക്സ് ബി എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നോട്ട് ഈക്വൽ ടു ബി. ഇത് ബി ആണ്, ഇത് ബി ആണ്. എ ബി നോട്ട് ഈക്വൽ ടു ബി എന്ന് കാണിക്കാം. നോട്ട് കമ്മ്യൂട്ടേറ്റീവ് വരുന്ന ഒരു നോൺ കമ്മ്യൂട്ടേറ്റീവ് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ തരുന്നത്. അപ്പോൾ എ ബി കാണുന്നത് നോട്ട് ഈക്വൽ ടു ബി എന്നാണ് കാണിക്കാൻ പറഞ്ഞത്. അപ്പോൾ ആണെങ്ങനെയാണോ നോക്കാം. നോൺ കമ്മ്യൂട്ടേറ്റീവ് ആണോ ചെക്ക് ചെയ്യും. അപ്പം നമുക്ക് ആദ്യം ഇതിന് രണ്ടിനും പ്രൊഡക്റ്റ് എടുക്കും. പ്രൊഡക്റ്റ് എടുക്കുന്നതിന് നമുക്ക് ആദ്യം എന്താ വേണ്ടേ? ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താ? ഇത് 2/2 ആണ്, ഇത് 2/2 ആണ്. രണ്ടും സെയിം. അങ്ങനെയാണ് റിസൾട്ടന്റ് മെട്രിക്സ് എന്തായിരിക്കും? 2/2 മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ ഓർഡർ. അപ്പോൾ ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ആദ്യം വരുന്നത് തന്നെ R1 R2 C1 C2 എന്ന് എഴുതുന്നു. R1 R2 C1 C2. അപ്പോൾ ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളമാണ് അത്. അപ്പോൾ എങ്ങനെ വരും? മെട്രിക്സ് 5 into 2 പ്ലസ് ഇടയ്ക്ക് സൈൻ പ്ലസ് ആണ് -1 into 3. അടുത്ത ഫസ്റ്റ് റോ R1 വിത്ത്, അപ്പം പിന്നെ R1 വിത്ത് C1 ചെയ്ത് കഴിഞ്ഞു. ഒരു എലമെന്റ് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് പ്ലസ് സൈൻ. പിന്നെ R1 വിത്ത് C1 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതിനോട് ചേർത്തൽ എഴുതേണ്ട. വീണ്ടും സ്ഥലം വിട്ട ശേഷം R1 വിത്ത് സ്വല്പ സ്ഥലം വിട്ട ശേഷം R1 വിത്ത് C2 ഓപ്പറേഷൻ. അപ്പോൾ 5 into 1 പ്ലസ് -1 into 4.
R1 വിത്ത് ഫസ്റ്റ് കോളം ചെയ്തു, R1 വിത്ത് സെക്കൻഡ് കോളം ചെയ്തു. ആ രണ്ട് ഫസ്റ്റ് റോയിലാണ് ഈ എലമെന്റ്. ഫസ്റ്റ് റോയിൽ വേറെ എലമെന്റ് ഒന്നും വരത്തില്ല, രണ്ട് കോളമേ ഉള്ളൂ. R1 വിത്ത് C1 ചെയ്തു, R1 വിത്ത് C2. പിന്നെ നമുക്ക് ഇതൊന്ന് തുടയ്ക്കാം. ഈ C1 C2 ഒക്കെ വരച്ചിരിക്കുന്നതിന് തുടച്ചു. ഇത് നമ്മൾ ഇനിയിപ്പോൾ R1 ഇനി നമ്മൾ അടുത്ത് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഫോക്കസ് R2 ആണ്. ഇതേപോലെ R2 വിത്ത് C1 ചെയ്യും. അപ്പം എങ്ങനെ വരും? ഇനി C1 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 6 × 2, രണ്ടാമത്തെ റോയിലാണ് എഴുതുന്നത്. 6 × 2 പ്ലസ് 7 × 3. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം ചെയ്ത് കഴിഞ്ഞു. വീണ്ടും സ്ഥലം വിടണം. സെക്കൻഡ് റോ വിത്ത് ഇനി ഇത് കഴിഞ്ഞതിൻ്റെ ഇതുമായിട്ട് ഇത് സെക്കൻഡ് റോ വിത്ത് സെക്കൻഡ് കോളമാണ്. 6 × 1 പ്ലസ് 7 × ഇതിന്റെ പ്രൊഡക്റ്റ് എത്ര വരും? നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് എത്ര വരും? 10 - 3 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് പ്ലസ് 10 - 3 5 - 1 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് -1 × 4 മൈനസ് ആണ്. പ്ലസ് ഇവിടുത്തെ മൈനസ് പ്ലസ് ഞങ്ങൾ ചേർന്ന് മൈനസ് 5 - പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 6 × 2 12 പ്ലസ് 7 × 3 21 6 പ്ലസ് 7 × 4 28. എത്രയാണ് കിട്ടുന്നത് ആൻസർ? ഇത് നമുക്കൊന്ന് എഴുതാം. ആൻസർ നോക്കട്ടെ. ആൻസർ എത്ര എഴുതിക്കഴിഞ്ഞു? 10 - 3 എന്നുള്ളത് 7 ആയി. 5 - 4 1 ആയി. 12 പ്ലസ് 21 എത്ര വരും? 33. ഇത് 30. പ്രൊഡക്റ്റ് കാണുന്നതിന് മുമ്പ് ചെയ്തു. ഇനി നമ്മൾ തിരിച്ച് ഇനി എന്താണ് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്? എ ബി ഫസ്റ്റ് മെട്രിക്സ് എ, സെക്കൻഡ് മെട്രിക്സ് ബി ആണ്. എ ബി ആണ് ഇപ്പോൾ കണ്ടിരുന്നത്. അപ്പോൾ എ ബി നോട്ട് ഈക്വൽ ടു ബി എന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തിരിച്ച് സെക്കൻഡ് മെട്രിക്സ് ഫസ്റ്റ് മെട്രിക്സ് ആയിട്ടുണ്ട്. നമ്മളിവിടെ ആൻസർ ഇതിവിടെ കിടക്കും. നമുക്ക് ചെക്ക് ചെയ്യും. അടുത്തത് സെക്കൻഡ് മെട്രിക്സ് ഇവിടെ ഫസ്റ്റ് മെട്രിക്സ് ആയിരുന്നു. 2 1 3 4 എഴുതി. ഫസ്റ്റ് മെട്രിക്സ് സെക്കൻഡ് മെട്രിക്സുമായിട്ട് എഴുതുന്നു. 5 - 1 6 7 5 - 1 2 1 3 4 5 - 1 6. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ അല്ല എന്ന് കാണിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് ഇത് പോസിബിൾ ആണെന്ന് ആദ്യം നോക്കാം. പോസിബിൾ ആണ്. 2/2 ആണ് നോക്കാം. അതിനറിയാം. ഇപ്പോൾ സെക്കൻഡ് മെട്രിക്സിൻ്റെ ഓർഡർ പ്രൊഡക്റ്റിൻ്റെ ഓർഡർ 2/2 ആയിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ R1 R2 C1 C2 എഴുതാതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങ് ചെയ്താൽ മതി. ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് മെട്രിക്സിനകത്തെ ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് മെട്രിക്സിനകത്തെ ഫസ്റ്റ് കോളം. അപ്പോൾ 2 × 5 10 പ്ലസ് 1 × 6 ഞാൻ എഴുതുന്നത്. അടുത്ത 2 × -1 ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളമാണ്. അപ്പോൾ സ്ഥലം വിട്ടിട്ട് 2 × -1 -2 പ്ലസ് 1 × 7. ഇപ്പോൾ ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം സെക്കൻഡ് മെട്രിക്സിനകത്ത് ഫസ്റ്റ് കോളം കഴിഞ്ഞു സെക്കൻഡ് കോളം. അപ്പോൾ ബ്രാക്കറ്റിൽ ഇട്ടേക്കാം. then second matrix with the first column 3 × 5 15 plus 4 × 6 24. With the second row with the second column 3 × -1 -3 plus 4 × 7 28. Further answer it is now matrix 16 5 39 25. രണ്ട് ഈക്വൽ ആണോ? എ ബി നോട്ട് ഈക്വൽ ടു മെട്രിക്സ് എന്ന് പേര് കൊടുത്തു. എ ബി നോട്ട് ഈക്വൽ ടു ബി ആണ്. ഈ രണ്ട് മെട്രിക്സ് നോക്കണം. ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ്. ഇത് ആദ്യം കിട്ടിയ ആദ്യ പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ ഇതാണ് കിട്ടിയത്. ഇതാണ് നമ്മൾ തിരിച്ചിട്ട് ചെയ്തപ്പോൾ സെക്കൻഡ് മെട്രിക്സ് ഫസ്റ്റ് മെട്രിക്സ് ആയിട്ട് ഫസ്റ്റ് മെട്രിക്സ് സെക്കൻഡ് മെട്രിക്സുമായിട്ട് കണ്ട് പ്രൊഡക്റ്റ് വേണ്ടത് ഇങ്ങനെ. ജനറലി നമുക്ക് പറയാം matrix multiplication non-commutative property. It is not necessary that AB equal to B ആണെന്ന് necessary അല്ല. അങ്ങനെ സ്പെഷ്യൽ കേസിലാണ് വരുന്ന കേസ്. ചില കേസിൽ അങ്ങനെ വരുന്ന കേസുണ്ട്.
ഇവിടെ അറിഞ്ഞിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ മെട്രിക്സ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ മെട്രിക്സ്. പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്തൊക്കെ പ്രോപ്പർട്ടിയാണ് ഉള്ളത്? ഒന്ന് അസോസിയേറ്റീവ് ലോ ഹോൾഡിംഗ്. എന്ത് അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ ബി സി 3 മെട്രിക്സ്, എ ബി സി 3 മെട്രിക്സസ്, അതായത് എ ബി ഇൻറ്റു സി ആണ്. അത് എ ബി എന്നുള്ള ബ്രാക്കറ്റിനകത്ത് എ ബി എന്നുള്ള പ്രൊഡക്റ്റ് കാണും, ദെൻ വിത്ത് സി ആയിട്ട് ചെയ്യും. കാണുന്നു എ ഇൻറ്റു ബി സി, ഇനി കാണുന്നു സി. whenever both side of the equality hold, whenever both side of the equality hold ചെയ്യണം. രണ്ട് സൈഡിൽ ഇക്വാളിറ്റി ഹോൾഡ് ചെയ്യണം. ആർട്ടിഫൈ രണ്ട് സൈഡിലെ ഇക്വാളിറ്റി whenever ഇവിടെ നോക്കുകയാണ്. whenever both side of the equality are defined ആണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എ ബി ഇൻറ്റു സി കാണുന്നു, എ ഇൻറ്റു ബി സി ചെയ്യുന്നു, സെയിമാണ്. ഈ ലോയ്ക്ക് പറയുന്നത് അസോസിയേറ്റീവ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്തിട്ട്. രണ്ടാമത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഹോൾഡ് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഹോൾഡ് ചെയ്യും. എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ? ഇതുപോലെ നമുക്ക് പറയാം എ ഇൻറ്റു ബി പ്ലസ് എ ബി സി 3 മെട്രിക്സസ് ആണ്. എ ബി സി എന്ന് പറയുന്നത് 3 മെട്രിക്സസ് ആണ്. whenever both sides of the equality are defined, then we can define A into B plus C is equal to AB plus AC. അതുപോലെ A plus B into C ചെയ്യുവാണെങ്കിൽ AC plus BC. Both side of the equality are whenever both side of the equality are defined. ഇവിടെയാണ് തന്നെ രണ്ട് സൈഡ് ഇക്വാളിറ്റിയുടെ രണ്ട് സൈഡും ഡിഫൈൻ ചെയ്യാൻ പറ്റുവാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഐഡന്റിറ്റി ആണ്. എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. മൂന്നാമത്തെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഐഡന്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. Identity in is any matrix. A is a square matrix. A is a square matrix and I is an identity matrix. Identity matrix specifically I എന്നാണല്ലോ of same order ആയിരിക്കും. same order. അങ്ങനെയാണെങ്കിൽ ഇവിടെ A I ആണെങ്കിൽ A into I ചെയ്യും. A സ്ക്വയർ മെട്രിക്സ് ആണ്, ഐ എന്നുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആണ്, രണ്ടും സെയിം ഓർഡറാണ്. ഐ ഇൻറ്റു എ. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് അതിൽ നിന്ന് വിഭിന്നമായിട്ട് വരുന്നൊരു കേസാണ് നമ്മൾ പറഞ്ഞ് നോൺ കമ്മ്യൂട്ടേറ്റീവ് ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നോൺ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നു. അതായത് ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് എ ബി ഈക്വൽ ടു ബി ആവണം നിർബന്ധമില്ല. എല്ലാ കേസിലും എ ബി ഈക്വൽ ടു ബി ആവണമെന്നില്ല. നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു, തൊട്ട് മുമ്പേ നമ്മളതാണ് ചെയ്തത്. എ ബി നോട്ട് ഈക്വൽ ടു ബി എന്നാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഈ കേസിൽ എ സ്ക്വയർ മെട്രിക്സ് ആവുകയും ഐ ഐഡന്റിറ്റി മെട്രിക്സ് ആവുകയും സെയിം ഓർഡർ വരും. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ഐ ചെയ്യുന്നതും തിരിച്ച് ഐ ഇൻറ്റു എ ചെയ്യുന്നതും സെയിം ഈക്വലാണ്. അത് എയോട് തന്നെ ഇങ്ങനെ വന്നാൽ നമുക്ക് ഐ ഇസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. മെട്രിക്സ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അല്ലാതെ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റി ആയിട്ട് ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഈ കേസിൽ. എ ഐ ഇസ് ഇക്വൽ ടു ഐ ഇൻറ്റു എ വരുന്നത്. അത് ആണ് സ്പെഷ്യൽ കേസിൽ വരുമെന്ന് പറഞ്ഞു. ഇനി മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വേറൊരു കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഇപ്പം രണ്ട് ടേമിലെ നമ്മൾ ആദ്യത്തേലായാലും any real numbers or any real number multiply നമ്മൾ പഠിക്കുന്നതാണ്. എ ബി ഈക്വൽ ടു 0 മൾട്ടിപ്ലൈ നമ്മൾ പഠിക്കുന്നത് ഈ രണ്ട് ടേമിൻ്റെ രണ്ട് റിയൽ നമ്പറിൻ്റെ റിയൽ നമ്പറിൻ്റെ പ്രൊഡക്റ്റ്. ഇത് റിയൽ നമ്പറിൻ്റെ പ്രൊഡക്റ്റ് 0 ആകും. ആയാൽ ഒന്നെങ്കിൽ ഏത് കേസിൽ
എ ഈക്വൽ ടു 0 ആയിരിക്കണം ഓർ ബി ഈക്വൽ ടു 0 ആയിരിക്കണം. എ ബി 0 ആണെങ്കിൽ അല്ലെങ്കിൽ എ 0 ആയിരിക്കണം അല്ലെങ്കിൽ ബിക്ക് എക്സ് 0 ആയിരിക്കണം. അതുപോലെ എ ബി ഈക്വൽ ടു അതിൽ എ ആൻഡ് ബി പിന്നെ അറിയാനാണ്. പക്ഷെ ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആവുക എ ബി ഈക്വൽ ടു 0 ഇഫ് എ ആൻഡ് ബി ആർ ടു മെട്രിസസ്. A and B are two matrices. AB is defined. Then AB equals 0. Need not imply. So AB 0 ആണെന്ന് പറഞ്ഞുകൊണ്ട് A 0 ആകണമെന്നില്ല. B is not a 0 matrix. B is not a 0 matrix ആയില്ലെങ്കിലും B 0 matrix ആയില്ലെങ്കിലും AB എന്നുള്ള പ്രൊഡക്റ്റ് 0 വരാം. എ എന്നുള്ളൊരു 0 മെട്രിക്സ് ആകണമെന്നില്ല, ബി എന്നുള്ളത് 0 മെട്രിക്സ് ആകണമെന്നില്ല, അല്ലെങ്കിലും എ ബി എന്നുള്ളത്. പക്ഷെ സാധാരണ നമ്മൾ അൺഡേയിലൊക്കെ ചെയ്യുന്നത് രണ്ട് റിയൽ നമ്പറിന്റെ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ഒന്നുകിൽ ആ ഒരു ഏതെങ്കിലും ഒരു റിയൽ നമ്പർ 0 ആയിരിക്കണം, അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ മെട്രിക്സിന്റെ കേസിൽ എ ബി എന്നുള്ള പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ടു മെട്രിക്സസ് എ ബി ഇസ് ഡിഫൈൻ എ ബി ഈക്വൽ ടു എ 0 മെട്രിക്സ്. എ ബി 0 മെട്രിക്സ് കിട്ടും. അതും പറഞ്ഞിട്ട് എ 0 മെട്രിക്സ് ആകണമെന്നോ ബി 0 മെട്രിക്സ് ആകണമെന്നില്ല. എ 0 മെട്രിക്സ് ആയില്ലെങ്കിലും ബി 0 മെട്രിക്സ് ആയില്ലെങ്കിലും എ ബി ഈക്വൽ ടു 0 മെട്രിക്സ് ആകും. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. 0 മെട്രിക്സ് as the product of two non-zero മെട്രിക്സ്. അതാണ് 0 മെട്രിക്സ് as the product of two non-zero matrices. Two non-zero matrices. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ കാണും. എ ഈക്വൽ ടു മെട്രിക്സ് തന്നിട്ടുണ്ട് 0 -1 0. ഇത് 0 മെട്രിക്സ് അല്ല. ഈ 0 കണ്ടുകൊണ്ട് 0 മെട്രിക്സ് ആണെന്ന് വിചാരിക്കരുത്. 0 കണ്ട് ഒരു 0 മെട്രിക്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് എല്ലാ എലമെന്റും 0 ആയിരുന്നു. സ്ക്വയർ മെട്രിക്സ് ആകണമെന്ന് നിർബന്ധമില്ല, റെക്ടാങ്കിൾ ഏത് മെട്രിക്സ് ആയിക്കോട്ടെ. പക്ഷെ അതിനകത്ത് എല്ലാ എലമെന്റും 0 ആണെങ്കിലേ 0 മെട്രിക്സ് എന്ന് പറയാം. എ എന്ന് പറയുന്നത് ഒരു 0 മെട്രിക്സ് അല്ല. ആൻഡ് ബി ഈക്വൽ ടു മെട്രിക്സ് 3 5 0. ഇത് ഒരു 0 മെട്രിക്സ് ആണ്. ഈ രണ്ട് 0 കണ്ടെന്ന് സെക്കൻഡ് 0 ആയതുകൊണ്ട് 0 മെട്രിക്സ് ആകണമെന്നില്ല. കാരണം എല്ലാ എലമെന്റും 0 വന്നെങ്കിൽ 0 മെട്രിക്സ് എന്ന് പറയും. എ ബി കണ്ടു നോക്കുന്നു. എ ഇൻറ്റു ബി കാണുന്നു. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു എ 0 മെട്രിക്സ്. ബി ഇസ് നോട്ട് എ 0 മെട്രിക്സ്. 0 മെട്രിക്സ്. എ ഇസ് നോട്ട് എ 0 matrix, B is not a 0. A B കാണാൻ പോകാം. അപ്പോൾ A B കാണുന്നതിന് ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം 0 into 3 0 plus -1 into 0 0. Next 0 into 5 0 plus -1 into 0 0. ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം ചെയ്യുന്നു. ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് റോ. സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം 0 into 3 0 plus 2 into 0. 0 into 5 0 plus 2 into 0. എല്ലാ ഈ മെട്രിക്സിനകത്ത് എല്ലാ എലമെന്റും 0 ആയി. അപ്പൊ എന്താണ് ഇതൊരു എ ബി ഇസ് എ 0 മെട്രിക്സ്. എ ബി ഇസ് എ 0 മെട്രിക്സ്. അപ്പൊ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. Product of two matrices is a 0 matrix. It is not necessary that one of the matrices is a 0 matrix. ഒരു product of two matrices 0 matrix ആണ് ആയതുകൊണ്ട് it is not necessary that one of the two matrices is a 0 matrix. Is A B equal to 0 matrix ആയതുകൊണ്ട് it is not necessary that one of the two matrices is a 0 matrix. എ ബി 0 ആണെന്ന് പറഞ്ഞുകൊണ്ട് എ 0 മെട്രിക്സ് ആകണമെന്നോ ബി 0 മെട്രിക്സ് ആകണമെന്നോ ഇല്ല. അതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇതൊരു 0 മെട്രിക്സ് അല്ല. ഈ 0 കണ്ടുകൊണ്ട് 0 മെട്രിക്സ് പറഞ്ഞാൽ എല്ലാ എലമെന്റും ഇതേപോലെ 0 ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കാനായിട്ടുള്ള ഇംഗ്ലീഷിനകത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം.
ഇനി അടുത്ത സെക്ഷനിലേക്ക് നമുക്ക്